പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ദൈവവചന പഠനത്തിന് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിലൂടെ നിങ്ങളെ സന്ദർശിക്കുന്നതിൽ ഞാൻ അതീവ സന്തോഷവാനാണ്. ഈ കാലഘട്ടത്തിൽ ദൈവവചനം പഠിക്കുവാൻ, അത് ഹൃദ്യസ്ഥമാക്കുവാൻ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ ഏറ്റവും അനുഗ്രഹീതമാണ്. വിശുദ്ധ വേദപുസ്തകം നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചുള്ള ചില പഠനങ്ങളാണ് ഇവിടെ നടത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വിശ്വാസ്യത അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം എന്താണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാം ദൈവവചനം പ്രസംഗിക്കുന്നവരും വായിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ് എങ്കിൽ നമുക്കിതിലെ ചില യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് എന്താണ് ബൈബിൾ അല്ലെങ്കിൽ വേദപുസ്തകം, തിരുവചനം എന്നതിനെ ആസ്പദമാക്കി ചില വിഷയങ്ങൾ ഇവിടെ ചിന്തിക്കുവാൻ, പഠിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലുള്ള ദൈവവചന ചിന്തയുടെ അടിസ്ഥാനത്തിലും ദൈവാത്മാവ് നൽകിത്തന്ന ആലോചനയുടെ അടിസ്ഥാനത്തിലും ഈ വേദഭാഗങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചുള്ള പഠനം തുടരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നല്ല സമയത്തിനായി ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, തിരുവചനത്തിൻ്റെ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിൻ്റെ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ദാവീദ് പറഞ്ഞതുപോലെ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക മർമ്മങ്ങൾ, ദൈവിക ഉദ്ദേശങ്ങൾ, ദൈവിക പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ഒരു അനുഗ്രഹീത ക്രിസ്തീയ ജീവിതം ചെയ്തെടുക്കുവാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വേദപഠനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് ചെയ്തതിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന, ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം അല്ലെങ്കിൽ തിരുവചനം എന്നതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ചില ചിന്തകൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ കാലഘട്ടത്തിൽ ബൈബിൾ ഇപ്രകാരം പറയുന്നു എന്ന് പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ധാരാളമായി ഉണ്ട്. നമ്മുടെ എല്ലാ പ്രസംഗങ്ങളിൽ നാം പറയാറുള്ള കാര്യമാണ്, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു എന്ന് നാം പറയാറുണ്ട്. വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് കാണിക്കുകയോ പറയുകയോ ചെയ്താൽ അത് ഒരു ആധാരമായി ലഭിച്ചു എന്ന് കരുതപ്പെടുന്നു. അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ തെറ്റായ രീതിയിൽ ഈ ദൈവവചനം അല്ലെങ്കിൽ വേദപുസ്തകം
നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. കാരണം വേദപുസ്തകത്തെക്കുറിച്ച് നാം എന്ത് വിശ്വസിക്കുന്നു, വേദപുസ്തകം എപ്പോൾ നമ്മുടെ കൈകളിലെത്തി? ഒരു 500 വർഷങ്ങൾക്ക് മുമ്പാണ് വേദപുസ്തകം അല്ലെങ്കിൽ പുസ്തകമായി കടലാസിൽ അച്ചടിച്ച് നമുക്ക് ലഭിച്ചതും. എന്നാലും ഇത് എല്ലാവരും കൈകളിൽ ലഭിക്കുന്നത് വളരെ പ്രയാസമായിരുന്നു. ഇന്നുള്ളതുപോലെ പ്രസ് അല്ലെങ്കിൽ പ്രിന്റിംഗ് പ്രസ് അന്നുണ്ടായിരുന്നില്ല. ഒരു 150 വർഷത്തിന് മുമ്പാണ് എല്ലാവരുടെയും കൈകളിൽ ഇത് എത്തപ്പെടുന്നത്. 100-150 രൂപയ്ക്ക് അത് ലഭിക്കുവാനിടയായിത്തീർന്നു. 150 വർഷങ്ങൾക്ക് മുമ്പ് വേദപുസ്തകം പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ 66 പുസ്തകം ക്രമപ്പെടുത്തുന്നതിന് മുമ്പ് ഏകദേശം AD 300 മുമ്പ്, അല്ലെങ്കിൽ അതിന് അവസാന നാളുകളിലോ ഇന്ന പുസ്തകങ്ങൾ ബൈബിളിൽ വേണം വേണ്ട എന്ന തീരുമാനത്തിൽ എത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് 300 വർഷങ്ങൾ പുതിയ നിയമം എന്ന വിഷയം 66 പുസ്തകങ്ങളിൽ 27 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും പൗലോസ് മറ്റുള്ളവരും എഴുതിയ ലെറ്റർ ഇല്ലാതെ അല്ലെങ്കിൽ ലേഖനങ്ങളില്ലാതെ വേദപുസ്തകം ഇല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സമയത്തും സഭകൾ നടത്തപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് പോലെയുള്ള വേദപുസ്തകം വായിച്ചോ എന്ന് ചോദിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് ബൈബിൾ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ചോദിക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ ബൈബിൾ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ളതുപോലെ അച്ചടിച്ച വേദപുസ്തകം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അന്നും ദൈവസഭകൾ വളരെ അഭിവൃദ്ധി പ്രാപിക്കുകയും നന്മ പ്രാപിക്കുകയും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് ബൈബിൾ ആവശ്യമില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഒരു മരുഭൂമിയിലൂടെ കുറെ പേർ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുടിക്കുവാൻ വെള്ളമില്ലാതെ അനേകരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരുവന്റെ കയ്യിൽ വെള്ളമുണ്ട്. എന്നാൽ ആ വെള്ളം കുടിക്കാതെ അവൻ മരിച്ചുപോയി. വെള്ളമില്ലാതെ മരിച്ചവനേക്കാൾ വെള്ളം കയ്യിലുണ്ടായിട്ടും കുടിക്കാതെ മരിച്ചവനാണ് മൂഢൻ അല്ലെങ്കിൽ ബുദ്ധിശൂന്യൻ. വേദപുസ്തകം ഇല്ലാതിരുന്ന സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വേദപുസ്തകം നമുക്കുണ്ട്. വേദപുസ്തകം ഇല്ലാതിരുന്ന കാലത്ത് പോലും ക്രിസ്തീയ സഭകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ നടത്തപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. ഫലമുള്ളതും അത്ഭുത അടയാളങ്ങളും അന്നുണ്ടായിരുന്നു. കാരണം ബൈബിളിലുള്ള ചില സത്യങ്ങൾ അവർ മനസ്സിലാക്കിയിരുന്നു. തിരുവചനം എന്നാൽ
എന്ത്? ദാവീദിന്റെ കാലത്ത് ന്യായപ്രമാണത്തിൽ പ്രിയമായിരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയപ്പെടുന്നു. 66 പുസ്തകത്തെ കുറിച്ചാണോ, ഇല്ലെങ്കിൽ 27 പുസ്തകത്തെക്കുറിച്ചാണോ? കാരണം ദാവീദിന്റെ കാലത്തിന് ശേഷമാണ് ബൈബിൾ ലഭിച്ചത്. അപ്പോൾ ഏത് പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത്? തോറ പുസ്തകം എന്ന് ചിലർ പറയുന്നു, ചിലർ വിശ്വസിക്കുന്നു. യേശു ജനിക്കുന്നതിന് 225 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ തോറ എന്ന് പറഞ്ഞ് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ ആയിട്ട് അവർ തീരുമാനിച്ച് യഹൂദന്മാരുടെ ഗ്രന്ഥമായി മാറ്റി. നാം ഒന്ന് മനസ്സിലാക്കണം, ഇന്ന് നാം പറയുന്ന ബൈബിൾ എന്നാൽ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു. കാരണം ബൈബിളാണ് അടിസ്ഥാനം. ബൈബിൾ എന്നാൽ അതിന്റെ അർത്ഥം, ഇല്ലെങ്കിൽ അതിന്റെ മീനിങ് നമ്മൾ ചിന്തിച്ചാൽ, ബൈബിൾ BIBLE, ബൈബിൾ ബൈബിൾ എന്നുള്ളതിന്റെ അർത്ഥം തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ബൈബിൾ ഇൻസ്ട്രക്ഷൻ ബിഫോർ ദ എർത്ത്. നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ നൽകുന്നതാണ് വിശുദ്ധ വേദപുസ്തകം. ഓരോ കാര്യത്തിനും അതിൻ്റെതായിരിക്കുന്ന ഉപയോഗക്രമങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള രീതിയുണ്ട്. അതിനെക്കുറിച്ച് നൽകുന്നത് പോലെ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ, ദൈവം മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ആയി നൽകിയിരിക്കുന്നു എന്ന് പറയും. ചിലരുടെ അഭിപ്രായം അങ്ങനെയാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ഒരു ഇൻസ്ട്രക്ഷൻ നൽകുന്നതാണ് വിശുദ്ധ വേദപുസ്തകം എന്നാണ് ചിലർ പറയുന്നത്. ചിലർ പറയുന്നത് ഇതൊരു നിയമപുസ്തകമാണ്. ഇതൊരു നിയമപുസ്തകമാണ്. ക്രിസ്ത്യാനികൾ ദൈവത്തെ വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവത്തെ അംഗീകരിക്കുന്നവർ, ദൈവത്തോടുകൂടെ നടക്കുന്നവർ എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ചിലരുടെ ചിന്തകൾ അങ്ങനെയാണ്. ഇത് ഒരു കാലത്ത് ഇങ്ങനെ തീവ്രമായി ചിന്തിച്ചവരാണ് നമ്മളെല്ലാവരും. അതിനുശേഷമാണ് ചിലര് യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ നാം മനസ്സിലാക്കിയത്. ഈ നിയമപുസ്തകത്തിന്റെ ഭൂരിഭാഗവും പൊതു നിയമങ്ങളായി പറയപ്പെടുന്നു. രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ, പോലീസ് നിയമങ്ങൾ, കോടതി നിയമങ്ങൾ, ഇങ്ങനെ പറയപ്പെടുന്ന നിയമങ്ങളുണ്ട്. എന്നാൽ ബൈബിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ നിയമങ്ങൾ ഇതുപോലെ തന്നെയാണോ? അപ്പോൾ ബൈബിൾ എന്ന് പറയുന്നതിന് എന്ത് വിശേഷതയുണ്ട്? മറ്റു ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഒരു ലവ് ലെറ്ററാണ്, ദൈവത്തിന്റെ ഒരു പ്രേമലേഖനമാണ്. മനുഷ്യകുലത്തിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച ലവ് ലെറ്റർ. സോ ഇതിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടോ? ഉണ്ട്. നിയമമുണ്ടോ? ഉണ്ട്. ഇതൊരു പ്രേമലേഖനമാണ്. ലവ് ലെറ്റർ ആണോ? അതെ. എന്നാൽ എല്ലാം ഇൻസ്ട്രക്ഷൻ അല്ല. അങ്ങനെ പറയാൻ ഒരിക്കലും കഴിയില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22ന്റെ അവസാനം വരെ ഇൻസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയില്ല.
ഇതൊരു നിയമപുസ്തകമാണ്. ലേവ്യ പുസ്തകവും ആവർത്തന പുസ്തകവും എന്നത് വക്കീലന്മാർക്കും ഇല്ലെങ്കിൽ പുരോഹിതന്മാർക്കുമായി നൽകപ്പെട്ടിരിക്കുന്ന നിയമങ്ങളാണ്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയും ഇല്ലെങ്കിൽ പുരോഹിതന്മാർ എങ്ങനെ ബലിയർപ്പിക്കണം എന്ന് ന്യായാധിപന്മാരും മൂപ്പന്മാരും എങ്ങനെ ന്യായപാലനം ചെയ്യണം എന്നും പറഞ്ഞിരിക്കുന്നതിനാൽ അതിനെ ഒരു നിയമപുസ്തകമെന്ന് നമുക്ക് പറയുവാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇതൊരു ലവ് ലെറ്ററാണ്, ഒരു പ്രേമലേഖനമാണോ എന്ന് ചോദിച്ചാൽ ധാരാളം അല്ലെങ്കിൽ അനവധി സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന വാക്കുകളും വചനങ്ങളും അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ മുഴുവനും ലവ് ലെറ്റർ അല്ല. കാരണം ഒരു ആണ് പെണ്ണിനോട് അല്ലെങ്കിൽ ഒരു പെണ്ണിന് പ്രേമലേഖനം എഴുതുമ്പോൾ നീ ഇന്നത് മാത്രമേ ഭക്ഷിക്കാവൂ, ഇന്നത് ഭക്ഷിക്കരുത്, ഇത് ഭക്ഷിച്ചാൽ നിന്നെ ഞാൻ അടിക്കും എന്ന് ഒക്കെ എഴുതിയാൽ അതൊരിക്കലും ഒരു പ്രേമലേഖനം ആകുകയില്ല. ഇതിൽ പ്രധാന ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇതിൽ ഓരോ പേജും ദൈവത്തിന്റെ വചനമാണോ, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഓരോ പേപ്പറും ഓരോ താളുകളിലും എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണോ? അപ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരും. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് യേശുവിനെ നടത്തപ്പെട്ടതായി നമുക്കവിടെ കാണും. അവിടെ ഒരു ചോദ്യം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കുക എന്ന് പറഞ്ഞതായ വാക്ക്, അത് വാസ്തവത്തിൽ ആരുടെ വാക്കുകളാണ്? അതൊരിക്കലും ദൈവത്തിന്റെ വാക്കുകളല്ല, അത് പിശാച് പറഞ്ഞ വാക്കുകളാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ഇതും ബൈബിളിന്റെ പേജുകളിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ പേജുകളിൽ ഉണ്ട്. പിശാചിന്റെ വാക്കുകളുമുണ്ട്, ദൈവത്തിന്റെ വാക്കുകളുമുണ്ട്. മറ്റു ചിലയിടത്തെ ലേഖനങ്ങളിൽ നാം വരുമ്പോൾ പൗലോസ് തന്റെ അഭിപ്രായങ്ങൾ പറയുകയും തന്റേതായ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നതുമായി നമുക്ക് കാണുവാനിടയാകുന്നുണ്ട്. ഓരോ പേജും ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ പല ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും. സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ബാബേൽ പുത്രിമാരുടെ മക്കളെ എടുത്ത് അവരുടെ തല പാറയിൽ അടിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വചനം എന്താണ് എന്ന് പറയും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളോടുകൂടെ ഈ പഠനം തുടരേണ്ടിയിരിക്കുന്നു. ഇതിലും പ്രത്യേകം പറയുന്നത് ഗോഡ് ഓഫ് ലൈഫ്, ജീവന്റെ വചനം. വേദപുസ്തകം പറയുന്നു വചനം ജഡമായി തീർന്നു എന്നല്ലാതെ അത് പേപ്പറായി മാറി എന്ന് പറയുന്നില്ല. ചിലർ ഈ ബൈബിൾ അല്ലെങ്കിൽ ബൈബിളിന്റെ പേപ്പറാണ് ജീവനെന്ന് ചിന്തിച്ചിരിക്കുകയാണ്. വചനം ജഡമായി തീർന്നു, അല്ലാതെ പേപ്പറായി എന്നുള്ളതല്ല, ഇല്ലെങ്കിൽ പേജുകളിലായി തീർന്നു എന്നല്ല. അതുകൊണ്ട് ചില സമയങ്ങളിൽ തിരുവെഴുത്ത്
ഇല്ലെങ്കിൽ വേദപുസ്തകം ഇതിൽ യേശുവിനോട് സമമായി കാണരുത്. വേദപുസ്തകത്തിലെ തിരുവെഴുത്ത് അല്ലെങ്കിൽ വേദപുസ്തകം യേശുവിനോട് സമമായി കാണരുത്. ബൈബിൾ വചനമാണ്. യേശു യേശുവാണ്. ബൈബിൾ തിരുവചനം എന്ന് ചിലർ പറയുന്നു. വേദപുസ്തകത്തെ നിസ്സാരമാക്കുവാൻ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കുകയല്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യത്തിൽ ഈ വചനം ശ്രദ്ധിക്കുക. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. ബൈബിളിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഗ്രഹിച്ചു വച്ചിരിക്കുന്നു. വചനമെന്നാൽ എന്താണ്? ദാവീദിന്റെ കാലത്ത് തിരുവെഴുത്തുകളിൽ പ്രിയമായിരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. ഇവിടെ അതിന്റെ അടുത്ത ഭാഗത്ത് വായിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നു തിരുവെഴുത്തുകളിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. അപ്പോൾ തിരുവചനത്തിൽ നിത്യജീവനുണ്ട് എന്നാണ് അന്ന് അവർ വിശ്വസിച്ചിരുന്നത്. കർത്താവ് പറയുന്നു, തിരുവചനത്തിലല്ല, നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. കാരണം ജീവൻ എന്റെ പക്കലാണ്, യേശുവിന്റെ പക്കലാണ് ജീവൻ. വചനവും അതുതന്നെയാണ് പറയുന്നത്. എന്നാൽ ആ വാക്കുകൾ വായിച്ചിട്ട് എന്റെ അടുക്കൽ നിങ്ങൾ വരുന്നില്ല. ജീവൻ എന്റെ പക്കലുണ്ട് എന്ന് തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായി സാക്ഷ്യം പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ നോക്കുന്നില്ല. തിരുവെഴുത്തുകളെ ശോധന ചെയ്യണം എന്ന് പറയുന്നതല്ലാതെ എന്റെ അടുക്കൽ നിങ്ങൾ വരുന്നില്ല. എത്ര വിശന്നിരുന്നാലും നമ്മളൊരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ ചെന്നാൽ അവിടെ എന്തെല്ലാം ഉണ്ടെന്നുള്ള മെനു കാർഡ് നമുക്ക് നൽകും. എന്നാൽ ആരും ആ മെനു കാർഡ് നമ്മളൊരിക്കലും കഴിക്കാറില്ല. ഒറിജിനൽ ആഹാരത്തെ വെല്ലുന്നതായ നല്ല ചിത്രങ്ങൾ അതിൽ കാണും. മനുവേൽ ആ കാർഡ് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ മാത്രം ഉപയോഗിക്കണം. ജീവൻ എവിടെ നിലനിൽക്കുന്നു എന്ന് അറിയുവാൻ തിരുവചനം നാം വായിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ സത്യമായി ജീവൻ എവിടെയാണ്? അത് യേശുവിന്റെ പക്കലാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ നമ്മുടെ ന്യായപ്രമാണത്തിൽ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്റെ വചനം എന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതായി നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടില്ലയോ? എന്റെ വചനം എന്ന് പറയാതെ നിങ്ങളുടേത് എന്ന് തിരിച്ചാണ് യേശു പറഞ്ഞത്. നമ്മളത് ശ്രദ്ധിക്കുക. യേശു പല വചനങ്ങൾ പഴയ നിയമത്തിൽ നിന്ന്
ഉദ്ധരിച്ചിട്ടുണ്ട്. അത് തന്റെ മതഗ്രന്ഥം മതപണ്ഡിതന്മാരോട് സംസാരിച്ചപ്പോൾ അതിൽ നിന്നാണ് താൻ സംസാരിച്ചത്. നാം വേദപുസ്തകത്തെ വളരെ ശ്രദ്ധയോടും ഗൗരവമായും ചിന്തിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ നാം വളരെ ശ്രദ്ധയോടെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. നാം ശരിയായി വേദപുസ്തകം മനസ്സിലാക്കണം. മറ്റുള്ളവരെ കുറ്റം പറയാനോ മറ്റുള്ളവരെക്കാൾ അധികം എനിക്കറിയാം എന്ന് വെളിപ്പെടുത്താനോ അല്ല, നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി. ഇത് വായിക്കുന്നതിനാൽ നിത്യജീവൻ ലഭിക്കുകയില്ല. എന്നുവെച്ചാൽ വേദപുസ്തകം വായിച്ചതുകൊണ്ട് നമുക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല. ചിലരങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്, ഇത് വായിച്ചാൽ ജീവനുണ്ടാകും. ദിവസവും ഒരധ്യായം വായിക്കുകയോ ഒരു വർഷത്തിൽ ഇത് വായിച്ചു തീർത്ത് എന്ന് പറയുന്നതിനാലോ നിത്യജീവൻ ലഭിക്കും എന്ന് പലർ വിശ്വസിക്കുന്നു. അല്ല, ഈ നിത്യജീവൻ എവിടെ നിലകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി അത് വാങ്ങി ഭക്ഷിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വയറ് നിറയുന്നത്. യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ മാത്രമാണ്, യേശുവാണ് ദൈവത്തിന്റെ വചനം, ഇല്ലെങ്കിൽ തിരുവെഴുത്ത് വേറെ, ദൈവത്തിന്റെ വചനം വേറെ എന്നുള്ള നിലയിലല്ല. ഗോഡ്സ് വേർഡ് വേറെ, വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് വേറെ. ഗോഡ്സ് ഓഫ് വേർഡ് അല്ല, ആദിയിൽ വചനങ്ങൾ അല്ല, വചനം ഉണ്ടായിരുന്നു, ആ വചനം ജഡമായി തീർന്നു. ദൈവത്തിന്റെ വചനം എന്നത് ഒരു പുസ്തകമല്ല. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞ ഒരു പുസ്തകമല്ല, അതൊരു വ്യക്തിയാകും. ദൈവത്തിന്റെ വചനം എന്നത് യേശുവാകും. അവനിൽ ജീവനുണ്ട്. ഈ വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമായ ഒന്നാണ്. ഇനി ഈ തിരുവെഴുത്തുകൾ എന്തിനു വേണ്ടി എഴുതി? ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇത് നമ്മുടെ കൈകളിൽ നൽകിയതിന്റെ ലക്ഷ്യം എന്താണ്? വേദപുസ്തകത്തിന് രണ്ട് പേരുകൾ നൽകിയിട്ടുണ്ട്. പേരുകൾ നൽകിയിട്ടുണ്ട്. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. നിയമങ്ങൾ എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കവനന്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്ന് പറഞ്ഞിരിക്കുന്നു. വേദപുസ്തകം മനസ്സിലാക്കുവാൻ ഉടമ്പടി എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതിൽ ദൈവത്തിനും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി അല്ലെങ്കിൽ കരാർ മൂലം ദൈവം എങ്ങനെ മനുഷ്യവർഗത്തോട് എങ്ങനെ ഇടപെട്ടു, അല്ലെങ്കിൽ മനുഷ്യനുമായിട്ടുള്ള എങ്ങനെ ദൈവം നടന്നു എന്നത് എഴുതിയിരിക്കുന്നതാണ് ഈ വേദപുസ്തകം. ഉടമ്പടി എന്നാൽ എന്താണ്? അത് ബന്ധങ്ങളെ വെളിപ്പെടുത്തുവാനുള്ള ഒന്നാണ്. നോഹയോട് ദൈവം ഉടമ്പടി ചെയ്തു, അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തു, മോശയോട് ദൈവം ഉടമ്പടി ചെയ്തു, ദാവീദിനോട് ദൈവം ഉടമ്പടി ചെയ്തു. പിന്നീട് പുതിയ നിയമം നൽകി. ഈ 5 പ്രധാന ഉടമ്പടികൾ 2 പേർ ചേർന്ന് ചെയ്യുന്നതാണ് ഉടമ്പടികൾ.
ഉടമ്പടി പ്രകാരം നമ്മൾ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ഉടമ്പടിയുടെ കാരണം, ഈ ഉടമ്പടി ആരൊക്കെ തമ്മിൽ ആദ്യം ആര് അത് നിഷേധിച്ചു, ഈ ഉടമ്പടി നിഷേധിച്ചാലുള്ള ശിക്ഷ ആര് അതിനെ കൈക്കൊണ്ടു, ഇതെല്ലാം വ്യക്തമായി എഴുതുന്നു. നിയമം ഒരിടത്ത് ഉണ്ടെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം നോഹയോട് ദൈവം ഉടമ്പടി ചെയ്തു. 1 മുതൽ 9 വരെ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ പറയപ്പെടുന്നു. പുതിയ നിയമം എവിടെ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, മത്തായി സുവിശേഷം 1-ാം അധ്യായം മുതൽ പറയപ്പെടുന്നു എന്ന് നാം പലരും പറയും. പുതിയ നിയമം യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിനു ശേഷമാണ് പുതിയ നിയമം തുടങ്ങുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. മത്തായി സുവിശേഷം 4, 5, 6 അധ്യായങ്ങൾ പഴയ നിയമത്തിന് കീഴിൽ വരുമോ, പുതിയ നിയമത്തിന് കീഴിൽ വരുമോ? പഴയ നിയമമെല്ലാം പഴയ നിയമമല്ല. ഉൽപ്പത്തി മുതൽ മലാഖി വരെ പഴയ നിയമം എന്ന് പറയപ്പെടുന്നു, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അംഗീകരിക്കുന്നു. പഴയ നിയമം എന്ന് പറയുന്നത് ദൈവം മോശയോട് ദൈവം ചെയ്ത ഉടമ്പടി പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയപ്പെടുന്നു. അപ്പോൾ പുറപ്പാട് 19-ാം അധ്യായം വരെ നോഹയോടും അബ്രഹാമിനോടും ചെയ്ത ഉടമ്പടി പ്രകാരം ദൈവം പ്രവർത്തിക്കുന്ന ചരിത്രങ്ങളാണ് നമുക്കവിടെ കാണുന്നത്. എന്നാൽ മോശയുടെ അടുത്ത് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വരുമ്പോൾ വേറെ ഒരു ഉടമ്പടി ചെയ്യുന്നു. ദാവീദിനോട് വ്യക്തിപരമായ ഉടമ്പടി ചെയ്യുന്നു. അതിൻ പ്രകാരം ദൈവം പ്രവർത്തിക്കുന്നു. പിന്നെ പുതിയ ഉടമ്പടി ആരംഭിക്കുന്നു. ഇതെവിടെ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, യേശുവിന്റെ രക്തത്താൽ ചെയ്യപ്പെടുന്ന ഉടമ്പടി, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പുതിയ ഉടമ്പടി അല്ലെങ്കിൽ പുതിയ കവനന്റ് വരുന്നു. ഈ വിഷയങ്ങൾ നാം മനസ്സിലാക്കണം. ബൈബിൾ എന്നാൽ എന്ത് എന്ന് നാം നന്നായി ഗ്രഹിക്കണം. ദൈവത്തിനും മനുഷ്യനും മധ്യേ നടന്ന ഉടമ്പടിയുടെ അല്ലെങ്കിൽ കരാറിന്റെ പ്രമാണത്തെക്കുറിച്ച് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു കോപ്പിയാണ് വേദപുസ്തകം, റിട്ടേൺ ഡോക്യുമെന്റ്. ഇത് എങ്ങനെ എഴുതിയിരിക്കുന്നു? പ്രധാനപ്പെട്ട 5 മേജർ കവനന്റ് ആയി ഇതിനെ പിരിച്ചു വച്ചിരിക്കുന്നു. ബൈബിൾ 2ആയി പിരിക്കുന്നതിനേക്കാൾ 5ആയി പിരിച്ച് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അതിൽ നോഹയോടുള്ള ഉടമ്പടി, ദൈവം നോഹയോട് ചെയ്തയക്കുന്ന ഉടമ്പടി, അതിനുശേഷം ദൈവം അബ്രഹാമിനോട് ചില ഉടമ്പടികൾ ചെയ്തു. അതിനുശേഷം വീണ്ടും മോശയോട് ദൈവം ഉടമ്പടി ചെയ്തു. അതിനുശേഷം ദാവീദിനോട് ദൈവം ഉടമ്പടി ചെയ്തു. 5-മതായിട്ട് യേശുവും ദൈവവുമായി തമ്മിലുള്ള ഒരു ഉടമ്പടി. ഈ 5 ഉടമ്പടിയുടെ വ്യവസ്ഥയിലാണ് തിരുവചനം എഴുതിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയാൽ വേദപുസ്തകം നാം വായിക്കുമ്പോൾ പുതിയൊരു ദാർശനിക ചിന്തയോടെ വായിക്കുവാൻ നമുക്ക് കഴിയും.
അപ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരവും നമുക്ക് ലഭിക്കും. പഴയ നിയമത്തിൽ ദൈവം എന്തുകൊണ്ട് കോപിച്ചു? എന്തുകൊണ്ട് ദൈവം ശിക്ഷിച്ചു? പഴയ നിയമ ദൈവവും പുതിയ നിയമ ദൈവവും വേറെ വേറെയാണോ എന്നൊരു ചിന്ത നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പഴയ നിയമത്തിൽ ഒരു രീതിയിലും പുതിയ നിയമത്തിൽ മറ്റൊരു രീതിയിലും ദൈവം പ്രവർത്തിച്ചുവോ? ദൈവം മാറ്റമില്ലാത്തവനല്ലേ? ഇങ്ങനെ പല ചോദ്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ദൈവം ഉടമ്പടിயின் കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ ഉടമ്പടികൾ അത് നിരന്തരമായവയാണ്. തുടർന്ന് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. വേദപുസ്തകം എങ്ങനെ വായിക്കണം എന്നതിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ബൈബിൾ എന്താണ് അല്ലെങ്കിൽ എന്ത് എന്ന ചിത്രം നമുക്ക് ഇതിലൂടെ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തുടർന്ന് നമുക്ക് ആ ബൈബിളിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പരിശുദ്ധ കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ദൈവവചനത്തിന്റെ മർമ്മങ്ങളെക്കുറിച്ച് ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തിരുവചന സത്യങ്ങളെ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ദൈവം തുറക്കണമേ. വരും ദിവസങ്ങളിലും ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങൾ ജീവിക്കേണ്ടത് എപ്രകാരമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.